ഇന്ന് ആദ്യ പരീക്ഷയാണ് SSLCയുടെ ഭാഷ പാർട്ട് 1 ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിലാണ്. കുട്ടികളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. കുട്ടികൾ പറയുന്നത് പ്രധാനമായിട്ടും ഇന്ന് എളുപ്പമാണെന്നാണ് അധികം കുട്ടികളും പ്രതികരിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സിലബസ് മാറിയതിന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. സമയം തികഞ്ഞോ? ഫുൾ കോൺഫിഡൻസ് ആണ്. കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. പക്ഷെ സമയം ഇത്തിരി ഇല്ല. കുഴപ്പമില്ല. എല്ലാം അറ്റൻഡ് ചെയ്തു. നല്ലതായിരുന്നു. എക്സാം സിലബസ് മാറിയതിന്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലതായിരുന്നു. സമയമൊക്കെ തികഞ്ഞു. അങ്ങനെയാണ് അഭിലാഷ്. ഇത്തവണ ആദ്യ എക്സാം വലിയ കുട്ടികളെ കുഴപ്പിച്ചില്ല. ഇനി വരുന്നത് ഇംഗ്ലീഷ് എക്സാം ആണ്. തിങ്കളാഴ്ചയാണ് അടുത്ത എക്സാം. ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത്തവണ 4 ലക്ഷത്തിൽ, അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 4 ലക്ഷത്തിലധികം കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം, അതായത് സിലബസിലടക്കമുള്ള മാറ്റങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നൊക്കെ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നം ഈ ഒരു പരീക്ഷയിൽ കാണിച്ചിരുന്നില്ല. അതായത് പരീക്ഷയിൽ ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല. 1.5 മണിക്കൂറാണ് മലയാളം ആദ്യഭാഗത്തിന് വേണ്ടി പരീക്ഷ കൃത്യമായി 9:45 തുടങ്ങി 11:15 വരെയാണ് പരീക്ഷ നീണ്ടുനിന്നത്. ആ ഒരു സമയത്ത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചില വിദ്യാർത്ഥികളടക്കം മാത്രമാണ് ഈ ഒരു സമയക്കുറവിന്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചത്. കുട്ടികളുടെ കൂടുതൽ പ്രതികരണം. അതെ, കുഴപ്പമില്ലായിരുന്നു. കുറച്ച് സമയം കിട്ടാത്ത പോലെ തോന്നി, പക്ഷെ കുഴപ്പമില്ല. സിലബസ് മാറിയതിന്റെ ചെറിയ ക്വസ്റ്റ്യൻസ് കുറച്ച് പാടായിരുന്നു. കുഴപ്പമില്ല. കുറച്ച് വായിച്ചെഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം കുഴപ്പമില്ല. 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിലെ എക്സാമിന്റെ സ്റ്റൈലിൽ മാറ്റം പറ്റും? അങ്ങനെ വന്നതായിട്ട് തോന്നിയിട്ടില്ല. സ്റ്റൈല് ചിലതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് പാടായിരുന്നു. അല്ലാതെ കുഴപ്പമില്ല. പ്രിപ്പയർഡ് ആണ് അടുത്ത എക്സാം തിങ്കളാഴ്ച. ഓക്കെ.